ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. തിബേരിയോസ് സീസറിൻ്റെ 15-ാം ഭരണവർഷം. പൊന്തിയോസ് പിലാത്തോസ് യൂദായുടെ ദേശാധിപതിയും ഹെരോദേസ് ഗലീലിയുടെയും അവൻ്റെ സഹോദരൻ പീലിപ്പോസ് ഇത്തൂരിയ ത്രാക്കോണിത്തിസ് പ്രദേശങ്ങളുടെയും ലിസാനിയോസ് അബിലിനയുടെയും ഭരണാധിപന്മാരും ആയിരുന്നു. വിശുദ്ധ തൃത്വ ഏകദൈവത്തിന് സ്തുതി. പുതിയ നിയമത്തിലെ 3-ാമത്തെ കൃതി വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം തുടങ്ങുന്ന ആദ്യത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. വിശുദ്ധ ലൂക്കോസിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു യഹൂദനല്ലാത്ത അന്ത്യോക്യയിൽ വിജാതീയരായ മാതാപിതാക്കളിൽ ജനിച്ച് ഒരു വൈദ്യനായി, ഒരു ഡോക്ടറായി, പിന്നീട് വിശുദ്ധ പൗലോസിൻ്റെ ഒരു സുഹൃത്തായി മാറി. അദ്ദേഹത്തിൻ്റെ കൂടെ പൗലോസിൻ്റെ 2-ാമത്തെയും 3-ാമത്തെയും യാത്രയിൽ അവനെ അനുഗമിച്ച് റോമിലെ വിശുദ്ധ പൗലോസിൻ്റെ കാരാഗ്രഹവാസകാലത്ത് കൂടെയുണ്ടായിരുന്ന വിശുദ്ധ ലൂക്കോസ്, അദ്ദേഹം ഒരു ചരിത്രകാരൻ കൂടിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ഒരു വാക്യമാണ് നമ്മളിപ്പോൾ വായിച്ചത്. വിശുദ്ധ യോഹന്നാൻ സ്നാപകൻ്റെ ശുശ്രൂഷയുടെ ആരംഭം, അദ്ദേഹത്തിന് ദൈവത്തിൽ നിന്നും അരുളപ്പാടുണ്ടായ സമയം വ്യക്തമായി കുറിക്കുന്ന ഒരു വേദവാക്യം. തിബിരിയോസ് സീസറിൻ്റെ 15-ാമത്തെ ഭരണവർഷം. സുവിശേഷം വെറും കെട്ടുകഥയല്ല എന്ന് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു വാക്യം. AD 14 മുതൽ AD 37 വരെ റോമൻ സാമ്രാജ്യത്തെ ഭരിച്ചിരുന്ന റോമയുടെ ചക്രവർത്തിയായിരുന്ന തിബേരിയോസ് സീസർ. അദ്ദേഹമായിരുന്നു യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെയും കുരിശുമരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും കാലത്തകവിൽ റോമൻ ചക്രവർത്തി. പിന്നീട് നമ്മൾ പൊന്തിയോസ് പീലാത്തോസിനെ പരിചയപ്പെടുകയാണ്. യഹൂദന്മാർക്ക് അതിപ്രധാനമായ ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്യുന്ന യഹൂദ്യ നാട് AD 25 മുതൽ AD 35 വരെ ഏകദേശം 10 വർഷം ഭരിച്ച യഹൂദ്യ നാടിൻ്റെ ദേശാധിപതി. ജെറുസലേം ദേവാലയത്തിൻ്റെ നിയമസമാധാന പാലനം മുതൽ ധനകാര്യ ഭരണവും വിശുദ്ധ മന്ദിരത്തിലെ മഹാപുരോഹിതൻ്റെ നിയമനം ഉൾപ്പെടെയുള്ള എല്ലാ അധികാരവും റോമൻ ചക്രവർത്തിമാർ ഏൽപ്പിച്ചിരിക്കുന്ന ദേശാധിപതി പീലാത്തോസ്. യേശുക്രിസ്തുവിനെ വധശിക്ഷയ്ക്ക് വിധിച്ച റോമൻ ഭരണാധികാരി. പീലാത്തോസിൻ്റെ ധാർഷ്ട്യവും യഹൂദന്മാരുടെ വികാരങ്ങൾ മാനിക്കാനുള്ള മടിയും ഒരു ഭാഗത്തും യഹൂദന്മാരുടെ വികൃതികൾ മറുഭാഗത്തുമായപ്പോൾ പല സന്ദർഭങ്ങളിലും സംഘർഷം അനിവാര്യമായി വന്ന ഒരു ഭരണ സമയം. സീസറുടെ ചിത്രമുള്ള പതാക യെരുശലേമിലേക്ക് കടത്തുകയില്ല എന്ന ഒരു അലിഖിത നിയമം തെറ്റിക്കുന്ന പീലാത്തോസ്. എന്നാൽ അതിനെ എതിർത്ത യഹൂദന്മാർ. നേതാക്കന്മാരുടെ ധർണ 6 ദിവസം ആയപ്പോൾ പീലാത്തോസ് സ്വയം കീഴടങ്ങി ആ പതാക തിരിച്ച് കൈസറിയിലേക്ക് അയക്കുന്നത് നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. യെരുശലേമിലെ ശുദ്ധജല വിതരണത്തിന് ഒരു ശൃംഖല പണിയുവാൻ ദേവാലയത്തിലെ പണം ഉപയോഗപ്പെടുത്തി എന്ന് കണ്ട യഹൂദന്മാർ പ്രതിഷേധിച്ചത് മറ്റൊരു സംഭവമാണ്. ചരിത്രകാരനായ ജോസഫസ് എഴുതിയിരിക്കുന്നത്, കടാരക്കുപ്പായത്തിൽ ഒളിപ്പിച്ചു വെച്ച മഫ്തി പട്ടാളം ഒരു നിർദ്ദേശം കിട്ടിയപ്പോൾ കണ്ണിൽ കണ്ട യഹൂദനെയൊക്കെ കുത്തിക്കൊന്നു എന്നാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായം 1-2 വാക്യത്തിൽ പറയുന്നത് ഈ ഒരു പ്രതിഷേധത്തെക്കുറിച്ചും ആ പ്രതിഷേധം അദ്ദേഹം അടിച്ചൊതുക്കിയതിനെക്കുറിച്ചുമുള്ള ഒരു സൂചനയാണ്. AD 35 ഒരു ശമരിയൻ കലാപം നിഷ്ഠൂരമായി അടിച്ചമർത്തിയതിനെ തുടർന്ന് പീലാത്തോസിനെ റോമിലേക്ക് തിരിച്ചു വിളിച്ചു എന്നും പിന്നെ പീലാത്തോസിന് എന്ത് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. പീലാത്തോസിൻ്റെ ഭാര്യ ക്ലോദിയ തന്നെയാണ് 2 തിമത്തിയോസ് 4:21 പറയുന്ന ക്ലോദിയ എന്നുവരെ ചിലർ എഴുതിയിട്ടുണ്ട്. ഗ്രീക്ക് സഭയിൽ ഈ ക്ലോദിയ ഒരു വിശുദ്ധയാണ്.
ഒക്ടോബർ 27 ഓർമ്മ ആചരിക്കുന്ന ഒരു വിശുദ്ധ. ചരിത്ര സംഭവങ്ങൾ, ചരിത്രത്തിൻ്റെ ഭാഗമായ വ്യക്തിത്വങ്ങൾ, സമയം, ഇതെല്ലാം സൂചിപ്പിച്ച് വളരെ വ്യക്തമായി ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലേക്കുള്ള ആഗമനവും ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ പരസ്യ ശുശ്രൂഷയുടെ കാലവും അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായി ഈ ലോകത്തിലേക്ക് വന്ന വിശുദ്ധ യോഹന്നാൻ സ്നാപകനെക്കുറിച്ചുള്ള ആമുഖവും, അങ്ങനെ ക്രിസ്തുവിൻ്റെ ഈ ലോകത്തിലെ വാസം അത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് കാണിച്ചു തരുന്ന വിശുദ്ധ ലൂക്കോസ് സുവിശേഷകൻ. ദൈവമേ, ഈ വാക്യങ്ങൾ വായിക്കുന്നതിലൂടെ നിന്നെ കൂടുതൽ അടുത്തറിയുവാനും നിന്നെ കൂടുതൽ മനസ്സിലാക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും നീ സഹായിക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. നല്ലൊരു ദിവസം നേരുന്നു.